2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ LDFന് തിരിച്ചടി. കൈവിട്ട കോർപ്പറേഷനുകൾ തിരിച്ചുപിടിച്ചും മുനിസിപ്പാലിറ്റികളിൽ ഇരട്ടിയോളം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എതിരാളികളെ പിന്നിലാക്കിയും ഗ്രാമപഞ്ചായത്തുകളിൽ 500 എണ്ണം നേടിയും UDF ആധിപത്യം സ്ഥാപിച്ചു. അതേസമയം തിരുവനന്തപുരം നേടി NDA ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഒരു കോർപ്പറേഷൻ സ്വന്തമാക്കി. കഴിഞ്ഞ തവണ 5 കോർപ്പറേഷനുകൾ ഭരിച്ച LDFന് ഇക്കുറി കോഴിക്കോട് മാത്രമാണ് ഏറ്റവും വലിയ കക്ഷിയാവാനായത്. ഇവിടെയും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. 2020 കണ്ണൂർ മാത്രം ലഭിച്ച UDFന് ഇക്കുറി കൊച്ചിയും തൃശൂരും വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചുപിടിക്കാനായി എന്നതും ശ്രദ്ധേയം. കൊല്ലം കോർപ്പറേഷനിൽ വൻ അട്ടിമറിയാണ് UDF നടത്തിയത്. തിരുവനന്തപുരത്തും കോഴിക്കോടും സീറ്റുകൾ കൂട്ടാനും UDFന് കഴിഞ്ഞു. 86 മുനിസിപ്പാലിറ്റികളിൽ 54 എണ്ണവും UDF സ്വന്തമാക്കി. LDFന് 28 എണ്ണമേ നേടാനായുള്ളൂ. NDAയ്ക്ക് 2 മുനിസിപ്പാലിറ്റികളിൽ ഭൂരിപക്ഷമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആകെയുള്ള 143-ൽ 81 എണ്ണമാണ് UDF പക്ഷത്തേക്ക് ചാഞ്ഞത്. 63 എണ്ണം ഇടതുമുന്നണി നേടി. ഗ്രാമപഞ്ചായത്തുകളിൽ 500 എണ്ണത്തിൽ UDFനാണ് ഭൂരിപക്ഷം. ഇടതുമുന്നണി 342 നേടിയപ്പോൾ NDAയ്ക്ക് സ്വന്തമായത് 25 എണ്ണവും. 8 എണ്ണം മറ്റുള്ളവരും സ്വന്തമാക്കി. എടുത്തു പറയേണ്ട ഒരു കാര്യം, മുൻ MLA മാരടക്കം പല പ്രമുഖരും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കാലിടറി വീണു.